എന്ന് പറയാനുള്ളത് ആഘോഷത്തിന് മുൻപിൽ നിന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തിന് ഭക്ഷണം എത്തിയിട്ടില്ല എന്നുള്ളതാണ്. സംഭവ സ്ഥലത്ത് നിന്ന് നമ്മുടെ റിപ്പോർട്ടർ എനിക്ക് കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി സംഭവ സ്ഥലത്ത് റിപ്പോർട്ടർ കിണ്ണൻ കുമാരനോടൊപ്പം ലൈനിലുണ്ട്. കിണ്ണനുമായി ബന്ധപ്പെട്ട താങ്കൾ കേൾക്കുന്നുണ്ടോ? കിണ്ണൻ, ഹലോ കിണ്ണൻ, കേൾക്കുന്നുണ്ടോ? പെടപ്പൻ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം 1 സമയമായി. ഇപ്പോൾ നമ്മൾ കോളേജിന്റെ പരിസര പ്രദേശത്താണ് നിൽക്കുന്നത്. ഇവിടെ വിദ്യാർത്ഥികൾ തടിച്ചുകൂടി നിൽപ്പുണ്ട്. അവർ പറയുന്നത് അവർക്ക് ഫുഡ് ലഭിക്കുന്നില്ല എന്നാണ്. പെടപ്പൻ കേൾക്കുന്നുണ്ടോ? ഹലോ കിണ്ണൻ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് സുമാണ്ടിയുടെ കൈകളാണെന്ന് കേൾക്കുന്നു. അതിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. താങ്കൾ അതിനെ കുറിച്ച് അന്വേഷിച്ചു? അതെ, സുമാണ്ടിയുടെ കൈകളുടെ ഒരു പങ്കിൽ കാണുന്നുണ്ട്. കാരണം അദ്ദേഹമാണ് നമ്മുടെ ക്ലാസ് റെപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ അദ്ദേഹം കാര്യമായ ഒരു പ്രവർത്തനങ്ങളും നടത്തിയില്ല. അദ്ദേഹം ഇന്ന് രാവിലെ പിരിവുകൾ നടത്തിയിരുന്നു. പക്ഷേ അതിൽ യാതൊരു അദ്ദേഹം സ്ഥലത്തുണ്ടോ? അദ്ദേഹം വീട്ടിൽ പോയോ? അദ്ദേഹം എവിടെയാണ്? അത് അന്വേഷിച്ചോ താങ്കൾ? അന്വേഷിച്ചു വരികയാണ്. പോലീസ് 4 ദിക്കിലും പോയിട്ടുണ്ട്. നമ്മൾ കൂടുതൽ റിപ്പോർട്ടായിട്ട് നമുക്ക് വിദൂര പ്രദേശങ്ങളിലേക്ക് പോകാം. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണ്. റിപ്പോർട്ടർ കിണ്ണൻ, താങ്കളോട് പറയാനുള്ളത് ശാരീരികമായി വിഘ്നം സംഭവിക്കാത്ത സ്ഥലത്ത് നിന്ന് വേണം റിപ്പോർട്ടുകൾ എടുക്കാൻ. കിണ്ണൻ, വീണ്ടും തിരിച്ചു വരാം. വീണ്ടും രംഗങ്ങളിലേക്ക്. പെടപ്പന് വളരെ നന്ദി. ഇപ്പോൾ നമ്മൾ പട്ടാളത്തിലൂടെയാണ് നിൽക്കുന്നത്. പട്ടാളം. ഹലോ കിണ്ണൻ, കേൾക്കുന്നുണ്ടോ? ക്യാമറമാൻ കുമാരനാണോ വാസുവാണോ? ആരാണ് അവിടെ ഉള്ളത്? കുമാരനാണ് നമ്മളിപ്പോൾ ലൈനിലുള്ളത്. വാസു കിളപ്പിലാണ്. പറയൂ, അവിടെ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പട്ടാളത്തെ കാണാനില്ല. എനിക്ക് തോന്നുന്നു പട്ടാളം ഫുഡില്ലാതെ ആക്രമിക്കാൻ പോയിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ പ്രേക്ഷകർക്ക് ഒരു ചിത്രം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരോടും ഇതിനെ കുറിച്ച് അന്വേഷിക്കൂ. എന്താണ് അവിടെ സംഭവിച്ചത്? ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കറുത്ത കൈകൾ ആരുടെയാണ്? കറുത്തതാണോ വെളുത്തതാണോ അതോ പച്ചയാണോ? ഇതെല്ലാം ചോദിച്ചറിയില്ല. പെടപ്പൻ, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലായി. ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. പക്ഷേ ഇതിന് ഉത്തരവാദപ്പെട്ട അധികാരികൾ എന്തായാലും കാലത്ത് മുതലേ ഭക്ഷണം കഴിക്കാതെയാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഫുഡ് എത്തിയാൽ ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യണം. ദയവായി എനിക്ക് സ്ഥലത്ത് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇതിന്റെ അധികാരികളെ ഒന്നും കാണുന്നില്ല. ഇതാണ് ഇവിടെ ഇപ്പോൾ നിലവിലുള്ളത്. ഓക്കെ കിണ്ണൻ, വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇന്നലെ ബാലസുത കഴിച്ച് വയറ് കഴുകിയ ആരൊക്കെയുണ്ട് കൂട്ടത്തിൽ? ഇന്നത്തെ ഫുഡ് അടിക്കുന്നവരുണ്ട്. അവരെ കുറിച്ച് നമുക്കൊന്ന്. അതെ, ഈ കൂട്ടത്തിൽ നമ്മളിപ്പം ഉള്ളത് PKV ആണ്. അദ്ദേഹം ഇന്നലെ മാത്രമല്ല 2 ദിവസമായി ബാലസുത കഴിച്ച് വയറ് നല്ലൊരു നിലയിലേക്ക് എത്തിപ്പെട്ടിട്ടാണ് നിന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ചിക്കൻ ബിരിയാണിയോട് ആർത്തി മൂത്തായിരിക്കാം അദ്ദേഹം ഈ പരിപാടി ചെയ്തത്. അദ്ദേഹത്തോട് ചോദിച്ചറിയാം. ഞാൻ ഈ പരിപാടിക്ക് വേണ്ടി 150 രൂപ മുടങ്ങിയതാണ്. മിസ്റ്റർ സുമാണ്ടി ഇതിനു മുമ്പും പല മുക്കൽ കേസുകളിൽ പ്രതിയാണ്. അവനെ തന്നെ ഇത് ഏൽപ്പിച്ചതിൽ പല നിഗൂഢതകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഈ 150 രൂപ എന്ന് പറയുന്നത് കണക്കുണ്ട്? ഞാൻ പറഞ്ഞത് ഡീറ്റെയിൽ ആയിട്ട് കണക്കാണ്. ഹലോ ചെക്കിംഗ്. ഹലോ 60 രൂപ ചിക്കൻ ബിരിയാണി. അതെ, 10 രൂപ ചായ. അതല്ലേ. അപ്പോൾ ബാക്കി കള്ളിന്റെ ലഭ്യത എങ്ങനെയുണ്ട് ഇന്നത്തെ പരിപാടി? കണക്കില് കേൾക്കാൻ പറ്റുന്നുണ്ട്. കള്ളിന്റെ ലഭ്യത വളരെ മോശമായ ഒരു അവസ്ഥയാണ്. കാരണം ഫോറിൻ ചാരായം ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവം വെച്ചിട്ട് നോക്കുമ്പോൾ സർക്കാർ എന്ത് നടപടിയാണ് കള്ളിന്റെ ലഭ്യത ഉറപ്പാക്കുന്നത്? പറയട്ടെ പെടപ്പൻ, കഴിഞ്ഞ പ്രാവശ്യത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വട്ടത്തെ ഫെയർവെല്ലിന് ഏകദേശം 400 ലിറ്ററോളം കള്ളുകളാണ് വിറ്റുപോയിരിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യത്തെ കണക്ക് കൂട്ടലനുസരിച്ചിട്ട് ഏകദേശം ഒരു 1000 ലിറ്ററോളം കള്ളുകൾ വിറ്റുപോകുന്നതാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. വീണ്ടും കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് കൂടുതൽ ആൾക്കാരോട് ചോദിച്ചറിയൂ. അതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകൂ. ഇന്നലത്തെ കള്ളിന്റെ ലഭ്യതയെ കുറിച്ചൊന്ന് പറയാമോ? വളരെ മോശമാണ്. ഈ മെയിൻ പ്രശ്നം വെച്ചാൽ ഈ പാമ്പുകൾ 2 ദിവസം കൂടി വരുവാണ്. ഇതിനുവേണ്ടി സർക്കാർ എന്തെങ്കിലും നടപടി എടുത്തേ പറ്റൂ. സർക്കാർ ഇന്നലെ തന്നെ ഞാനൊരു ഫുള്ള് വാങ്ങിച്ചടിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ എന്റെ ഹോസ്റ്റലിൽ തന്നെ 4 പാമ്പുകൾ പുതിയതായിട്ട് ഉദിച്ചു. എനിക്ക് നക്കാൻ പോലും കിട്ടിയില്ല. ഒരു പാമ്പ്. ഇതിനുവേണ്ടി സർക്കാർ എന്തെങ്കിലും നടപടി എടുത്തേ പറ്റൂ. ഒരു സംശയം, സർക്കാർ എന്ന് ഉദ്ദേശിച്ച സുമാണ്ടിയാണോ? സുമാണ്ടിയല്ല. നമുക്ക് ക്ലാസ്സിൽ പിരിവ് നടത്തി ബൾക്കായിട്ട് ഈ സാധനം വാങ്ങിക്കണം. നമുക്ക് ഒരു പ്രൊഡക്ഷൻ തന്നെ തുടങ്ങാനോ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പെപ്പർമിന്റ് എന്നെ സഹായിക്കുമെന്ന് ഈ അവസരത്തിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പെപ്പർമിന്റ് എന്നെ സഹായിക്കുമോ? അതെ, അതിന്റെ മുതലാളിമാരുമായി നമ്മൾ കൂടുതൽ ചർച്ച നടത്തേണ്ടിയിരിക്കുന്നു. പെപ്പർമിന്റ് ഒരു ആഗോള സമുദായമാണ്.
അങ്ങനെയാണെങ്കിൽ എനിക്ക് ഓപ്പൺ റിസോഴ്സസ് ഓപ്പൺ സോഴ്സസ് ഞാനൊരു ആക്റ്റീവ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെയുള്ള ഭൂരിഭാഗം വിദ്യാർത്ഥികളെയും പറ്റിച്ചിട്ടുള്ള പ്രൊഫസർ അവിടെയുണ്ടോ? അദ്ദേഹത്തോട് ഇതിനെ കുറിച്ച് ചോദിച്ചറിയും. പ്രൊഫസർ ഇപ്പോൾ ഭയങ്കര ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കിണ്ണൻ പ്രേക്ഷകർ കൂടുതൽ ദൃശ്യങ്ങളെ വേണ്ടി കാത്തിരിക്കുകയാണ്. ക്ലാസ്സിനുള്ളിലെ ദൃശ്യങ്ങളിലേക്ക് കൂടുതൽ ഞാൻ പറയട്ടെ, അദ്ദേഹം ഇപ്പോൾ പെണ്ണുങ്ങളുമായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് പോകാം. വരൂ, ഇപ്പോൾ നമ്മൾ ക്ലാസ് റൂമിനകത്താണ് നിൽക്കുന്നത്. ഇവിടുത്തെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. രംഗങ്ങളിലേക്ക് വീണ്ടും തിരിച്ചെത്താം. നമ്മുടെ റിപ്പോർട്ടർ കിണ്ണൻ ശാരീരികമായ അസ്വാസ്ഥ്യം നേരിട്ടതുകൊണ്ട് കക്കൂസിലാണ് എന്നാണ് കുമാരൻ അറിയിച്ചത്. നമുക്ക് പുതിയ റിപ്പോർട്ടറെ കിട്ടിയിട്ടുണ്ട്, ഓന്ത്. അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ വിവരം ചർച്ച ചെയ്യാം. ഓന്ത്, താങ്കൾ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ട്. വിനീഷ് പെടപ്പൻ. ഓന്ത്, ഭക്ഷണം എത്തുന്നതിന് മുമ്പ് വയറ് ശരിയാക്കാൻ വേണ്ടി അവിടെ കുറെ പേർ ഓടുന്നത് കാണുന്നുണ്ട്. അവർ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഓടുന്നത്. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പറയും. നേരത്തെ ഉള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് 2 ദിവസമായി പട്ടിണി കിടന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളതെന്നാണ് ഞാൻ അറിയാൻ കഴിയുന്നത്. പട്ടിണിയും പരവട്ടവും തലയ്ക്ക് കയറി പ്രാന്തായി എന്നാണ് മാനസിക രോഗ വിദഗ്ധനായ സിജു സോമരാജൻ റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയാം. സിജു, അതെ, നമ്മുടെ മറിയം ഹോസ്പിറ്റലിലെ ചീഫ് അക്കൗണ്ടന്റും സൈക്കോ തെറാപ്പിസ്റ്റുമായ സിജു സോമരാജനാണ് ഞങ്ങളോടൊപ്പം ലൈനിലുള്ളത്. സിജു, എന്താണ് ഈ കാടത്തമായ പുള്ളിയുടെ നിലപാടുകളെ കുറിച്ച് സിജു സോമരാജന് പറയാനുള്ളത്? We tested them in the blood report. It was found that they have lack of glucose. കേൾക്കുന്നുണ്ടോ? പ്രേക്ഷകർ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ 2 ദിവസം കൊണ്ടൊന്നും കഴിക്കുന്നില്ല. ഈ ഗ്ലൂക്കോസ് നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ ഒരു ഹാലുസിനേഷൻ ഒരു കണ്ടീഷൻ നമ്മളെത്തും. അത് കാരണമാണ് ഇവരിങ്ങനെ പിന്നെയും പഴയ കാലത്ത് സ്കൂളിൽ കളിക്കുന്ന പോലെ കളിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് കുട്ടികാലത്ത് തിരിച്ചു വരാം. ഓന്ത് ലൈനിലുണ്ടോ? അദ്ദേഹം ഈ സംസാരിക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയാണോ? അദ്ദേഹത്തിന്റെ ഊർജ്ജം ഒരു പാതി മാനസിക നില തെറ്റിയ നിലയിലാണെന്നാണ് ഞാൻ അറിയുന്നത്. ഭാഷയും ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് മാനസിക നിലയല്ല, നയതന്ത്രപരമായ പ്രശ്നങ്ങളാണ്. ഈ ആഗോള സാമ്പത്തിക മാന്ദ്യവും അതുമായുള്ള മാന്ദ്യങ്ങളാണ് യഥാർത്ഥപരമായ കുട്ടികളുടെ നിലപാടുകൾ. താങ്കൾ കേൾക്കുന്നുണ്ടോ? താങ്കൾ എന്താ പറയാ, നല്ലൊരു പൊസിഷനിലോ ശാരീരികമായി വിഘ്നം നേരിടാത്തൊരു പൊസിഷനിലേ താങ്കൾ നിൽക്കുന്നത്. അതെ, അതാണ് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക്, അവിടെ തയ്യാറെടുപ്പിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. എന്നെ പോലെ ഇത് കണ്ടോ, കൈകൊട്ടിക്കളിയുടെ പുരാതനമായ ഭാവങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരം ഇത് ഏത് തരം കളികളാണ്? പിന്നെ സാറ്റ് കളി, പിന്നെ കളർപിടുത്തം കളി, പിന്നെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇന്നലെ ഹോസ്റ്റലിൽ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ഇന്നത്തെ ഭക്ഷണത്തിന് വേണ്ടി അവർ ചെയ്തിട്ടുള്ളത്? പറയൂ. അല്ല, ഇന്നലെ കേൾക്കാൻ കഴിഞ്ഞു, ഇന്നലെ മുതൽ വയറ് കഴുകി എക്സസൈസ് ചെയ്ത് ശരീരം എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടെന്ന് കേൾക്കാൻ കഴിഞ്ഞു. ആരാണ് ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ ദിവസവും അല്ല, ഈ പറയുന്ന ആളെ കണ്ടാൽ അത് പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഓക്കെ, ശാരീരികമായി നമുക്ക് സേഫായിട്ടുള്ള പൊസിഷനിൽ നിൽക്കൂ. അക്രമങ്ങൾ ഉണ്ടാകരുത്, മാറി നിൽക്കണം. അങ്ങോട്ട് പോകാം. അത് ഭക്ഷണം കിട്ടാത്ത വിഷമത്തിൽ SMS അയച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന് വേണ്ടി SMS അയക്കുന്നു. എന്താണ് താങ്കളുടെ നിലപാട്? ഇപ്പോൾ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ താങ്കൾ നിലപാട് ഏറ്റെടുക്കാം? ഇപ്പൊ ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്റെ സ്വന്തം കാശ് കൊണ്ട് കഴിക്കുന്നതല്ല, പൈസയല്ല, എന്തായാലും ആരെങ്കിലും കുത്തിരി പിടിച്ച് കഴിച്ചിരിക്കും, ഉറപ്പാണ്. അതെ, ഭക്ഷണത്തെ കുറിച്ചുള്ള റീസെന്റ് അപ്ഡേറ്റുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലത്തീഷുമായി കോൺടാക്ട് ചെയ്യാം. എന്താണ് താങ്കളുടെ നിലപാട്? ഭക്ഷണം ഇന്ന് കിട്ടിയില്ലെങ്കിൽ സുമാണ്ടിയെ തല്ലിക്കൊല്ലുമെന്ന് വരെ പറഞ്ഞിരുന്നവരുണ്ട്. താങ്കൾ എന്താണ്? ഈ അവസരത്തിൽ ഞാൻ 2 ദിവസമായിട്ട് പട്ടിണി കിടക്കുവാണ്. അപ്പോൾ ഞങ്ങൾ വളരെ ഏറെയാണ് ഇന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ബിരിയാണി, ചിക്കൻ കറി, ഫ്രൈഡ് റൈസ് എന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷേ സുമാണ്ടി സ്വഭാവം വെച്ച് മിക്കവാറും ഇവിടെ കഞ്ഞിയും പയറാവാൻ നല്ല സാധ്യതയുണ്ട്. എങ്ങാനും സുമാണ്ടി കഞ്ഞിയും പയർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സുമാണ്ടിയെ ഞങ്ങൾ ആ കഞ്ഞി തന്നെ മുക്കി കൊല്ലാനാണ് ഇപ്പോൾ തയ്യാറെടുപ്പ് എടുത്തു വെച്ചേക്കുന്നത്.